കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫെബ്രുവരി 3-ാം ആഴ്ചയിൽ പ്രഖ്യാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംഘടനാപരമായിട്ടെല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയെന്നാണ് വളരെ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന പാർട്ടിയുടെ കമ്മിറ്റി യോഗങ്ങൾ സംബന്ധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും. വോട്ടർമാരെ ചേർക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, SIRുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ജനങ്ങളെ, നാട്ടുകാരെ അവരുടെ വീടുകൾ ചെന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പരിപാടി, പിന്നെ രാഷ്ട്രീയമായ ക്യാമ്പയിന് സഹായകമായ വിധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള 3 ജാഥകൾ, ഇതെല്ലാം ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ സീറ്റുകൾ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ തന്നെ അതത് പാർട്ടികൾക്ക് മത്സരിക്കാമോ തുടങ്ങിയ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഓരോ പാർട്ടിയും അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് LDFൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. UDFനെ അപേക്ഷിച്ച് ഒരു പ്രയാസവും കൂടാതെ തീരുമാനിക്കാൻ കഴിയുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. UDFൽ ഇപ്പോൾ തന്നെ പാർലമെൻറ്റ് മെമ്പർമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ, പഴയ നേതാക്കന്മാരെ മത്സരത്തിന് ഇറക്കണമോ, മുമ്പ് KPC പ്രസിഡൻ്റായിരുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായേക്കും എന്ന് കേട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ പ്രചരണം, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം ഇതൊക്കെ കോൺഗ്രസിലും UDFലും ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും LDFൽ ഉണ്ടാവില്ല. വളരെ കെട്ടുറപ്പോടുകൂടി LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണി ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ. കഴിഞ്ഞ തവണ 2 LDF യോഗത്തിലും പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ? ഈ ചോദ്യം സംബന്ധിച്ച് യാതൊന്നും എനിക്കറിഞ്ഞുകൂടാ. അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ പാടില്ലല്ലോ. ശ്രീ ജോസ് കെ മാണി വളരെ സജീവമായി LDFൻ്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്. വളരെ അടുത്ത നാളുകളിൽ അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. രാഷ്ട്രീയമായ കാര്യങ്ങളല്ല, മറ്റു ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെല്ലാം നമ്മുടെ ശ്രദ്ധ ചെല്ലേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്ന സമീപനമാണ് കണ്ടത്. മറ്റെന്തെങ്കിലും ഊഹാപോഹങ്ങൾ നടത്തേണ്ട യാതൊരു സാഹചര്യവുമില്ല. അത് LDF ചർച്ച ചെയ്യേണ്ടതാണ്. LDF ചർച്ച ചെയ്യും. നമ്മുടെ CPMൻ്റെ അഖിലേന്ത്യാ നേതൃത്വമായിട്ട് അത്തരം കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിന് തീരുമാനിക്കാവുന്നത്.